കാരുണ്യവാനായ കർത്താവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. സംഭവബഹുലമായ 2020 നമ്മെ വിട്ട് കടന്നുപോയി. 2021 ആദ്യത്തെ ദിവസം കാരുണ്യവാനായ കർത്താവ് ഒരു വർഷം കൂടി നമുക്ക് ദാനമായി തന്നതോർത്ത് ഏറെ നന്ദി പറയുന്ന ഈ സമയത്ത് പുതിയ ഒരു വർഷം ദൈവം നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്നുകൂടി നമ്മൾ ആരാഞ്ഞറിയേണ്ടതാണ്. 2020 നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മെ തന്നെ വിലയിരുത്തുമ്പോൾ ഏറെ തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം. 2020 നമ്മൾ ചെയ്ത പലതും അനാവശ്യമായിരുന്നു എന്നുള്ള തിരിച്ചറിവാണ് ആദ്യമായി നമുക്ക് ഉണ്ടാകേണ്ടത്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെയും അനാവശ്യ കാര്യങ്ങളിൽ പലപ്പോഴും ഏർപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. 2020 തെറ്റുകൾ ഈ ഒരു പുതിയ വർഷത്തിൽ ആവർത്തിക്കാതിരിക്കുക, പിഴവുകൾ തിരുത്തുക, പോരായ്മകൾ പരിഹരിക്കുക, നമ്മെ തന്നെ ഒന്നുകൂടി കണ്ടുണർന്ന് എവിടെയൊക്കെ ഞാൻ നന്നാകാനുണ്ട് എന്ന് നമ്മെ തന്നെ പരിശോധിച്ച് കൂടുതൽ ഉത്തമന്മാരായി, കൂടുതൽ കാര്യക്ഷമതയുള്ളവരായി, കൂടുതൽ ആത്മാർത്ഥതയുള്ളവരായി, ദൈവത്തോടും മനുഷ്യരോടും വിശ്വസ്തതയുള്ളവരായി ഈ ഒരു വർഷം ജീവിപ്പാൻ നമ്മൾ തീരുമാനമെടുക്കണം. 2020 ഞാൻ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പലതുണ്ടായിരുന്നു എന്ന് അന്തരാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ അതൊന്നും ഞാൻ ഈ ഒരു പുതിയ വർഷത്തിൽ ആവർത്തിക്കില്ല എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പറയാം. കടമകളും കടപ്പാടുകളും കുറച്ചുകൂടി നന്നായിട്ട് ചെയ്തെടുക്കുവാൻ പ്രത്യേകമായിട്ടുള്ള ഒരു തീരുമാനം ആവശ്യമാണ്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, വീട്ടിൽ, സഭയിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, ദൈവദാസന്മാരോടുള്ള ബന്ധത്തിൽ, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ, സ്നേഹിതരോടുള്ള ബന്ധത്തിൽ, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുവാൻ ഒരു തീരുമാനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. ചുമതലകളിൽ നിന്ന് ഒഴിവായി പോകുന്നവരായിട്ടല്ല, നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങളിൽ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് പോകുവാനുമല്ല, നമ്മെ എവിടെ ആവശ്യമുണ്ട്, നമ്മെ ആശ്രയിച്ചിരിക്കുന്നവർ ആരൊക്കെയാണ്, നമ്മെ ഉറ്റുനോക്കുന്നവർ ആരൊക്കെയാണ്, തീർച്ചയായും നമ്മൾ ഇടപെടേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ കണ്ടുണരാനും തിരിച്ചറിയാനും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തും പോകേണ്ട സ്ഥലത്ത് പോയി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മനുഷ്യരോടും ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ച് മുൻപോട്ട് പോകുവാനുള്ള ഒരു നല്ല തീരുമാനത്തോടെ ഈ ഒരു വർഷം നമുക്കായിരിക്കാം. സാഹചര്യങ്ങൾ എങ്ങനെയുമാകട്ടെ, ഇനിയും പ്രതിസന്ധികൾ ഒരുപക്ഷെ വളരെ വർദ്ധിച്ചെന്ന് വരാം. 2020 ഏറെ മുൻപോട്ട് പോകാൻ പ്രയാസമുള്ള ഒരു വർഷമായിരിക്കാം 2021. പക്ഷേ ദൈവത്തിന്റെ കൃപയ്ക്കും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിനും പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്കും മാറ്റമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ തീരുമാനങ്ങളുടെ മേൽ സ്വർഗം മഞ്ഞും മഴയും അയക്കും.
അതുകൊണ്ട് 2020 സാധിക്കാൻ കഴിയാതെ പോയ ഉത്തമമായ പല കാര്യങ്ങളും 2021 ചെയ്തെടുക്കുവാനും മറിയ തന്നാലാവാതെ ചെയ്തതുപോലെ ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാനും മറ്റുള്ളവർക്ക് താങ്ങായും തണലായും ആശ്വാസമായിട്ടിരിപ്പാനും ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.